എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ജനുവരി 8, 2025 ബുധനാഴ്ച. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ പോസിറ്റീവായൊരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമുക്ക് കുറച്ച് നാളുകളായിട്ട്, അതായത് നവംബർ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നവംബർ സെക്കൻഡ് വീക്ക് കഴിയുന്നതോടുകൂടി തന്നെ വിസിറ്റ് വിസ കിട്ടുന്നതിനകത്ത് വലിയ ഡിലേ വന്നുകൊണ്ടിരുന്നു. ഒരുപാട് വിസിറ്റ് വിസ റിജക്ഷൻ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വന്ന് നമുക്ക് അവസാനമാണ് എൻ്റെ ഒരു എന്താണ് റീസൺ എന്നുള്ളത് മനസ്സിലാവുന്നത്. നമുക്ക് ഏതൊരു രാജ്യത്തേക്കും വിസിറ്റ് വിസ എടുക്കുന്ന, ടൂറിസ്റ്റ് വിസ എടുക്കുന്ന സിറ്റുവേഷൻ പോലെ തന്നെ ഇവിടേക്കും നമുക്ക് കുറച്ചധികം ഡോക്യുമെൻറ്റേഴ്സ്, അതായത് ഈ രാജ്യത്തേക്ക് വരാനുള്ള ടിക്കറ്റും അതുപോലുള്ള ഹോട്ടൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമുക്ക് വിസിറ്റ് വിസ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമുക്ക് ഈ ഒരു റിജക്ഷൻ എന്ന് പറഞ്ഞ സംഭവം റെഗുലറായിട്ട് സംഭവിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വന്ന ആ ഒരു ഡിലേ നമുക്കിവിടുത്തെ ഇൻസൈഡ് ദ കൺട്രി എക്സ്റ്റൻഷനിലും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യത്ത് പോയിട്ട് ചേഞ്ച് ചെയ്യുന്നതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഖലീജ് ടൈംസ് എന്നുള്ള റിപ്പോർട്ട് ചെയ്യുകയും അതിനനുസരിച്ച് നമ്മൾ കുറച്ച് ട്രാവൽ ഏജൻസികളുമായിട്ട് നമ്മൾ സഹകരിക്കുന്ന കുറച്ച് ട്രാവൽ ഏജൻസികളുമായിട്ട് കോൺടാക്ട് ചെയ്യുകയും ചെയ്തപ്പോൾ അവിടെ നിന്നും കിട്ടിയ ആ ഒരു റെസ്പോൺസ്, ആ ഒരു അഭിപ്രായമാണ് നിങ്ങളോട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് UAE-യിലേക്ക് ഈ ജനുവരിക്ക് ശേഷം UAE-യിലേക്ക് വരാൻ ടൂറിസ്റ്റ് വിസ എടുക്കുന്നവർക്ക് അത് അപ്രൂവ് ആവുന്നതിൻ്റെ അറൗണ്ട് 5 to 6% കൂടി എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വിസ അപ്രൂവ് ആവുന്നത് വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് മാറി, ആ ഡിലേയും കാര്യങ്ങളൊക്കെ മാറി മേഘം ഒഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത്. ഡിസംബറിനെ അപേക്ഷിച്ച് അറൗണ്ട് ഞാൻ പറഞ്ഞതുപോലെ 6% കൂടി എന്നാണ് പറയുന്നത്. കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ പ്രോപ്പറാക്കിയിട്ട് വെക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ ഈ പറയുന്ന സിറ്റുവേഷൻ മാറി. നമുക്ക് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ റിട്ടേൺ ടിക്കറ്റ്, QR കോഡ് കൂടിയിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ് ഇല്ലാത്ത സിറ്റുവേഷനിലാണെങ്കിൽ നമ്മുടെ ബന്ധുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ ടെനൻസി കോൺട്രാക്ട്, അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ടെനൻസി കോൺട്രാക്ട്, ഇത്തരം ഡോക്യുമെൻറ്റും കൂടെ നമ്മുടെ സാധാരണ ഡോക്യുമെൻറ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കിട്ടുന്ന സിറ്റുവേഷനിൽ നമുക്ക് എല്ലാവർക്കും തന്നെ വിസിറ്റ് വിസ ഇപ്പോൾ വളരെയധികം മുമ്പത്തേക്കാൾ വളരെയധികം ഫാസ്റ്റായിട്ട് തന്നെ കിട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ UAE-യിലെ ഈ ഒരു കാര്യം മാറി എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും സുപ്രധാനപ്പെട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ പ്രത്യേകം ഓർക്കുക, നിങ്ങളുടെ കയ്യിനകത്ത്, നിങ്ങളുടെ അക്കൗണ്ടിനകത്ത് കുറച്ച് പൈസ, അതായത് ഒരു 3,000 to 5,000 ദിർഹംസ് കാണിക്കാനും കൂടെ പറ്റണം എന്നുള്ള കാര്യം കൂടെ മറക്കാതിരിക്കുക. ഇവിടെ ചിലവഴിക്കാനുള്ള പൈസ എന്നുള്ളതാണ്. ഇതൊക്കെ ഏതൊരു രാജ്യത്തേക്ക് നമ്മൾ ടൂറിസ്റ്റായിട്ട് പോകുമ്പോഴും നമുക്ക് കാണിക്കേണ്ട ഡോക്യുമെൻറ്റേഷൻ മാത്രമാണ് UAE. അതിപ്പോഴാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ UAE-യിലേക്ക് വരുന്നത് ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ടെമ്പറേച്ചർ വളരെ നോർമലാണ്, അല്ലെങ്കിൽ വളരെ തണുപ്പാണ്, വിൻ്ററാണ്. അപ്പോൾ എൻജോയ് ചെയ്യാനായിട്ടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലും ഗ്ലോബൽ വില്ലേജും ആണ്. ഒരുപാട് അട്രാക്ഷൻസ് നമുക്ക് ഓപ്പണായി എടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും UAE-യിലേക്ക് വിസിറ്റ് വിസിറ്റ് വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ കയറി വരാവുന്ന ഒരു സിറ്റുവേഷനാണ് എല്ലാവർക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നതുവരെ ബൈ.